വേദമന്ത്രയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ സത്യൻ മുളയംകുടത്ത്. ശക്തമായിരിക്കുന്നതായ പ്രേതദോഷങ്ങൾ, യക്ഷി രക്ഷസ്, അങ്ങനെയുള്ള ബന്ധങ്ങൾ നമ്മുടെ കുടുംബത്തോടു കൂടിയോ അല്ലെങ്കിൽ വെച്ച് ആരാധിക്കുന്ന ദൈവങ്ങളോട് കൂടിയോ ചേരാനിടയായാൽ അത് കത്തി നിൽക്കുന്ന തീയിൽ വെള്ളം കോരിയൊഴിക്കുന്ന അവസ്ഥയാവും. അപ്പോൾ ആ പ്രേതത്തിൻ്റെതായ ശുദ്ധികളൊക്കെ വന്നു കഴിഞ്ഞാൽ പരമാവധി ദൈവങ്ങൾ അവർ നല്ല പവറാണെങ്കിൽ അവർക്ക് വിടാനായിട്ട് സമ്മതിക്കില്ല, അവരെടുക്കാനായിട്ട് സമ്മതിക്കില്ല. അവർ മുക്കാൽ ഭാഗം മരിച്ചു കഴിഞ്ഞു എന്നുള്ളൊരവസ്ഥയിൽ നിൽക്കുമ്പോൾ ഈ വരുന്ന പ്രേതദോഷങ്ങളൊക്കെ അടുത്തുകൂടും. അങ്ങനെ വരുമ്പോഴോ ഉള്ളതായ വിളിച്ച് അവരുടെ കുറയും. അങ്ങനെ മറ്റു വ്യക്തികൾക്ക്, കുടുംബക്കാർക്ക് അതിൻ്റെ ദോഷങ്ങളൊക്കെ അനുഭവിക്കാൻ തോന്നും. അപ്പോൾ ധർമ്മദൈവങ്ങൾക്ക് നല്ല ശക്തി ചൈതന്യത്തോടു കൂടി ഇരിക്കാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം. ഏതെങ്കിലും വിഷമമായിട്ട് തോന്നുന്നുണ്ട് വെച്ചെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നത് തെറ്റാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതിനെ ഉതകുന്ന തരത്തിൽ നല്ലൊരു ജ്യോത്സ്യനെ കണ്ട് ആ കാര്യങ്ങൾ പറയാം. വീട്ടിൽ അല്ലെങ്കിൽ ദൈവങ്ങൾക്ക് നമ്മൾ വിളക്ക് വയ്ക്കുമ്പോൾ അല്ലെങ്കിൽ ഇന്നമാതിരി നല്ല വിഷമമുണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ ശരിയുണ്ടോ, കുഴപ്പമുണ്ടോ, നല്ലതാണോ, നല്ലതായിട്ട് ചെയ്യണ്ടോ എന്നൊക്കെ ചോദിക്കൊണ്ട് തെറ്റില്ല. അപ്പം ധർമ്മദൈവാദികൾക്ക് പ്രശ്നമൊന്നുമില്ല, അവരൊക്കെ നല്ല നല്ല അവസ്ഥയിലാണ് ഇരിക്കുന്നത്, നല്ല ചൈതന്യത്തോടു കൂടിയാണ് ഇരിക്കുന്നത്. നിങ്ങൾ ചെയ്യുന്ന കർമ്മങ്ങൾ ഇന്നമാതിരി ചെയ്യുക, അപ്പം എല്ലാം ശരിയാവും എന്ന് പറയുമ്പോൾ ആ പോരായ്മ അവർ നീക്കുകയാണെങ്കിൽ അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ വളരെയധികം നല്ലതായിട്ട് തന്നെ കാണിക്കുക. അതല്ല, ദൈവങ്ങൾക്ക് ഈ പ്രേതബന്ധങ്ങളൊക്കെ വന്നു അങ്ങനെ വരുമ്പോൾ ഞാൻ പറഞ്ഞു, ഇപ്പോൾ ഈ കത്തി നിൽക്കുന്ന തീയിൽ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ്, അത് സ്വാഭാവികമായിട്ട് കെട്ടുപോകും. അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കാതിരിക്കുക. അപ്പോൾ അത് പല കാരണങ്ങളെ കൊണ്ട് ദൈവങ്ങൾക്ക് ഇങ്ങനെ ഇതേപോലെ തന്നെ ദുരിതങ്ങൾ വരാം. അപ്പോൾ ഏറ്റവും നല്ലതെന്ന് പറഞ്ഞാൽ, ഏറ്റവും മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, നിത്യേന അവർക്ക് വിളക്ക് വയ്ക്കുക. അത് തല്ലും വഴക്കൊന്നുമില്ലാതെ കുടുംബക്കാർ ഒത്തൊരുമയോടുകൂടി ചെയ്യാം. അങ്ങനെ ചെയ്യുമ്പോൾ, നിത്യം വിളക്ക് വയ്ക്കുമ്പോൾ, കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അതിൽ ആ പെട്ടെന്ന് വന്ന് കയറാൻ ഒരാൾക്ക് കഴിയില്ല. അപ്പം നമ്മുടെ മക്കളോ അല്ലെങ്കിൽ മറ്റുള്ളവർ വേണ്ടപ്പെട്ടവരൊക്കെ പുറത്തു പോയി അല്ലെങ്കിൽ കുറച്ച് സന്ധ്യ സമയം കഴിഞ്ഞു, അല്ലെങ്കിൽ ഒറ്റപ്പെട്ട സമയങ്ങളിൽ, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഇതൊക്കെ വരുന്ന സമയത്ത് പെട്ടെന്നൊരു നായ ചാടുന്നതോ പൂച്ച ചാടുന്നതോ അല്ലെങ്കിൽ അടുത്ത പറമ്പിൽ നിന്ന് നാളീര് വീഴുന്നതോ പട്ട വീഴുന്നതോ എന്ത് കേട്ടാലും നമ്മൾ ഭയപ്പെടാം. കാരണം സന്ധ്യ കഴിഞ്ഞാൽ ഇരുട്ടായി എന്നുള്ള നിലയ്ക്കാണ് ഉണ്ടാവുക. അങ്ങനെ ഭയപ്പെട്ട് കഴിഞ്ഞാൽ ആ പ്രേതബന്ധങ്ങളോട് കൂടിയാണെങ്കിൽ കൃത്യമായിട്ട് നമ്മൾ പോണതിൻ്റെ ഒപ്പം തന്നെ അവർ നമ്മുടെ വീട്ടിലേക്ക് കയറി വരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവിടുത്തെ വെളിച്ചം അതോടുകൂടി നഷ്ടപ്പെടും. പിന്നെ പണി കുറേ എടുക്കേണ്ടി വരും അവർ പോകണമെങ്കിൽ. അങ്ങനെ അവർ വന്ന് കയറി കഴിഞ്ഞ് നമ്മുടെ ദൈവങ്ങൾ പടി പുറത്തേക്ക് പോവാം. അപ്പം അങ്ങനെ ഒരു ചാൻസ് അറിഞ്ഞുകൊണ്ടുണ്ടാക്കരുത്, അറിയാതെ ഉണ്ടാക്കരുത്. അഥവാ അങ്ങനെ ഉണ്ടായി കഴിഞ്ഞാൽ അതിനെ എങ്ങനെ തന്നെ നമുക്ക് മാറ്റാം എന്ന് ചിന്തിക്കുക. ഈ ദുരിതങ്ങൾ മാറ്റാൻ എങ്ങനെ? അപ്പം ഈ മക്കളും കുട്ടികളൊന്നും പറഞ്ഞത് ശരിക്കും അനുസരിക്കില്ല, പഠിപ്പിൽ ബുദ്ധിമുട്ടുണ്ടാകും, അല്ലെങ്കിൽ ഏത് സമയം ഉറക്കമുണ്ടാകുക, വഴക്കുണ്ടാക്കാനുള്ളതായൊരു മനസ്സ്, അല്ലെങ്കിൽ നല്ല കാര്യങ്ങളൊന്നും ചെയ്യില്ല, എന്തു പറഞ്ഞാലും വഴക്ക് വിഷമങ്ങൾ ഉണ്ടാകുള്ളൂ. അപ്പോൾ ഈ പ്രേതബന്ധങ്ങൾ, പ്രേതദുരിതങ്ങൾ വരാതെ ശ്രദ്ധിക്കുക. അത് വന്നു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു, ദൈവങ്ങൾക്ക് കൂടുതൽ അനർത്ഥങ്ങൾ ഉണ്ടാകുക. അപ്പോൾ ദൈവികമായിട്ടുള്ളതായ ശക്തി നിലനിർത്താനായിട്ട് നോക്കുക. അതിനെയാണ് ഉത്തമമായ മാർഗം. ആ ദൈവിക ശക്തിനെ ഏതെല്ലാം തരത്തിൽ കാലം ചെയ്തു പോയിട്ടുള്ളതായ കോമരക്കാരോ അല്ലെങ്കിൽ മുതുമുത്തച്ഛന്മാരോ അച്ചാച്ചനോ അച്ഛനോ അവരൊക്കെ എങ്ങനെ വെച്ച് ആരാധിച്ചിരുന്നു, പഴമ നിലനിർത്തിക്കൊണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യാനായിട്ട് നോക്കുമ്പോൾ അതിൻ്റെ ഏറ്റക്കുറച്ചിലുണ്ട് വെച്ചെങ്കിൽ മാറ്റം വരും. അപ്പോൾ ഇത് കേൾക്കുന്ന എല്ലാവർക്കും നല്ലത് വരട്ടെ. അവരവരുടെ കുടുംബത്തിൽ ഇതേപോലെ തന്നെ ദുരിതങ്ങളായിട്ട് കിടക്കുന്നതായ ഭാഗങ്ങളുണ്ടെങ്കിൽ അതിനെ സംരക്ഷിക്കുക, ദുരിതങ്ങൾ തീർക്കുക, കർമ്മങ്ങൾ അവർക്ക് കർമ്മം കൊടുക്കുക, വിളക്ക് വയ്ക്കുക, ആരാധിക്കുക. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ
കഷ്ടങ്ങളൊക്കെ മാറി നല്ലതായ അവസ്ഥകൾ വരാനുള്ള അനുഗ്രഹം ആ ധർമ്മദൈവങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കും. അപ്പോൾ ഈ പ്രേതബന്ധങ്ങളോ ദുരിതങ്ങളോ ഉണ്ടെങ്കിൽ അങ്ങനെയാണ് ഓരോ കുടുംബങ്ങളും അല്ലെങ്കിൽ ദൈവങ്ങളൊക്കെ നശിച്ചു പോകുന്നത്. കാരണം അവർക്ക് പിന്നീട് വിശ്വാസം ഉണ്ടാവില്ല. അപ്പം ഇവർ കൃത്യമായിട്ട് ആചരിക്കുന്നവർക്ക് എല്ലാവർക്കും നന്മകൾ ഉണ്ടാകട്ടെ. ഭഗവാന്റെ അനുഗ്രഹത്തോടു കൂടി അവരുടെ കുടുംബം, കുട്ടികളും മക്കൾക്കും ആപത്തൊഴിഞ്ഞ് ദുരിതങ്ങളൊഴിഞ്ഞ് നല്ലത് വരാനുള്ള വിധിമൂലം ഉണ്ടാക്കി തരട്ടെ. എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.